അങ്ങനെ അട്ടിയായ മേഘങ്ങളായി കാണുമ്പോൾ ഫതറൽ വദ്ഖ, അങ്ങേക്ക് കാണാൻ കഴിയും. അൽ വദ്ഖ്, വദ്ഖ് എന്ന് പറഞ്ഞാൽ അൽ മത്തർ, മഴ കാണാൻ കഴിയും. യഖ്റുജു മിൻ ഖിലാലി, അതിന്റെ ഇടയിലൂടെ മഴ വർഷിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല മേഘങ്ങളെ മെല്ലെ മെല്ലെ, യുസ്ജി എന്ന് പറഞ്ഞാൽ മെല്ലെ, വളരെ സാവധാനത്തിൽ തള്ളിക്കൊണ്ടുപോരുന്നതിനാണ് അസ്ജ, യുസ്ജി എന്നൊക്കെ പറയാം. യുസ്ജി, അല്ലാഹുവാണ് സഹാബൻ മേഘങ്ങളെ മെല്ലെ തള്ളിക്കൊണ്ടുവരുന്നത്. സുമ്മ യുഅല്ലിഫു ബൈന, അങ്ങനെ പല ഭാഗത്തു നിന്നായി വരുന്ന മേഘങ്ങളെ പരസ്പരം പൊരുത്തമുള്ളതായി. തഅലീഫ് എന്ന് പറഞ്ഞാൽ മനപ്പൊരുത്തം എന്നാണ് വാക്കിന്റെ അർത്ഥം. മുഅ്മിനായ മനുഷ്യൻ ഇൽഫുൻ അലൂഫ്. ഇംഗ്ലീഷിൽ അലൂഫ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. തീരെ മനപ്പൊരുത്തമില്ലാത്ത ആൾക്കാണ് അലൂഫ് എന്ന് പറയാം. വളരെ പരുക്ക ഹൃദയനായ ആളുകൾക്കാണ് ഇംഗ്ലീഷിൽ അലൂഫ് എന്ന് പറയാം. പക്ഷെ അറബിയിൽ അലൂഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനപ്പൊരുത്തുള്ള ആളുകൾക്കാണ്. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണ് എന്നാണ്. യഅലിഫു, മുഅ്മിനായ മനുഷ്യൻ ഇൽഫുൻ അലൂഫുൻ ലാ ഖൈറ ഫീ മൻ ലാ യഅലിഫു വലാ യുഅലഫ്. മുഅ്മിനായ മനുഷ്യൻ എല്ലാവരോടും ഇണങ്ങുന്ന ആളാണ്, വളരെ പെട്ടെന്ന് ഇണങ്ങുന്ന ആളാണ്. പക്ഷേ ലാ ഖൈറ ഫീ മൻ ലാ യഅലിഫു വലാ യുഅലഫ്, ചില ആളുകൾ ആരോടൊട്ട് ഇണങ്ങൂല്ല, അവരോട് ഇണങ്ങാൻ ആരിങ്ങോട്ടും വരൂല. അങ്ങനത്തെ ആളുകളിൽ ഒരു ഖൈറുമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസുണ്ട്. അപ്പൊ യുഅല്ലിഫു എന്ന് പറഞ്ഞാൽ അല്ലഫ എന്ന വാക്ക് ആ ആശയധാതുവിൽ നിന്നാണ്. പക്ഷേ അല്ലഫ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ കൂട്ടിച്ചേർക്കുക, ഒരുമിച്ച് കൊണ്ടുവരെ, ജംഇ ചെയ്യുക. മേഘക്കൂട്ടങ്ങളെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുന്നു. സുമ്മ യജ്അലുഹു റുഖാമ, പിന്നീട് അവയെ അല്ലാഹു റുഖാം, റുഖാം എന്ന് പറഞ്ഞാൽ ഒന്നിന് മീതെ മറ്റൊന്നായി, പൈൽഡ് ഓൺ, ഒന്നിന് മീതെ മറ്റൊന്നായി കൂടിച്ചേർന്ന മേഘങ്ങളാക്കി അല്ലാഹു തആല മാറ്റുന്നു. അത് മാറ്റിക്കഴിഞ്ഞാൽ ഫതറ, ഉടനെ തന്നെ കാണാൻ കഴിയും. അൽ വദ്ഖ, മഴയെ കാണാൻ കഴിയും അങ്ങേക്ക്. യഖ്റുജു മിൻ ഖിലാലി, അതിന്റെ ഇടയിൽ നിന്ന് മഴ ഇങ്ങനെ വർഷിക്കുന്നു. വയുനസ്സിലു മിനസ് സമാ, അല്ലാഹു തആല ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്പാൽപമായി വർഷിപ്പിച്ചു തരുന്നു. മിൻ ജിബാലിൻ ഫീഹാ, ആകാശത്തുള്ള പർവ്വതങ്ങളിൽ നിന്ന്, മിൻ ബറദിൻ, ഐസ് കട്ടയുടെ പർവ്വതങ്ങളിൽ നിന്ന്, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു. ഫയുസീബു ബിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അത് എത്തിച്ചു കൊടുക്കുന്നു. ഫയുസീബു ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു അതുകൊണ്ട് പിടികൂടുന്നു എന്നും അർത്ഥമുണ്ട്. ഐസിന്റെ കട്ടകളൊക്കെ മഴ വർഷിച്ചാൽ ചില സമയം അത് അദാബാണ്, ചെടികൾക്ക് നാശമാണ്, മനുഷ്യർക്ക് പ്രയാസമാകും, വീടുകൾ അതിന്റെ റൂഫുകളൊക്കെ പൊളിഞ്ഞു പോകും ചില ഐസ് മലകളുടെയൊക്കെ വർഷം സംഭവിച്ചാൽ. അല്ലാഹു തആല ഫയുസീബു ബിഹി മൻ യശാ, അല്ലാഹു തആല മഴ വർഷിക്കുമ്പോൾ പറയുന്നത് മഴ ഇറക്കിത്തരുന്നാണ്. പക്ഷെ ഇവിടെ അസ്വാബ, അത് അല്ലാഹു പിടികൂടുന്നു എന്നർത്ഥത്തിലാണ്. ഐസ് മലകളിൽ നിന്ന് അല്ലാഹു തആല ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവരെ ഇതുകൊണ്ട് അല്ലാഹു പിടികൂടുന്നു. വയസ്രിഫുഹു അമ്മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അല്ലാഹു അതിനെ തട്ടിമാറ്റുകയും ചെയ്യുന്നു. ചില ആളുകൾക്ക് ആ ശിക്ഷ വരില്ല, ചില ആളുകളിൽ നിന്ന് രക്ഷപ്പെടും. യകാദു സനാ ബർഖിഹി, ആ ഐസിൽ നിന്ന്, അതിൽ നിന്ന് ജന്യമായി ഉണ്ടാകുന്ന ബർക്ക്, ഇടിമിന്നലിന്റെ പ്രകാശം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ശക്തമായ പ്രകാശം ഉണ്ടാകും. ആ ഇടിമിന്നലിന്റെ പ്രകാശം യദ്ഹബു ബിൽ അബ്സാർ, മനുഷ്യന്റെ കാഴ്ച തന്നെ കൊണ്ടുപോകുമാറായിട്ടുണ്ട്. അത്രക്ക് ശക്തമായ പ്രഭയാണ് അല്ലാഹു തആല ഇടിമിന്നൽ കാരണം ഉണ്ടാകുന്ന ആ പ്രഭ, അത്രയും വലിയ പ്രകാശമാണ് അല്ലാഹു ഉണ്ടാക്കുന്നത്. എവിടെ നിന്നുണ്ടാക്കുന്നത്? ബറദ്, ഐസിൽ നിന്ന്. ആകാശലോകത്ത് ഐസിന്റെ കണികകളായി മാറുന്ന ജലത്തുള്ളികൾ ഐസായി മാറി അതിന്റെ ചാർജിൽ നിന്നാണ് ഇടിയുണ്ടാകുന്നത് എന്ന ആശയം ലോകത്തിന് മനസ്സിലായത് 1980 ശേഷമാണ്. ഇടിയും മിന്നലുണ്ടാവുന്ന കഥ നമ്മൾ വായിച്ചതൊക്കെ ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ആണ്, നമ്മൾ പഠിച്ചതല്ല ഇപ്പൊ ഇടി ഉണ്ടാവാനുള്ള കാരണം. മുമ്പൊക്കെ അങ്ങനെയാ പറഞ്ഞിരുന്നത്. മേഘങ്ങൾ, വിപരീത ചാർജുകളുള്ള മേഘങ്ങളുടെ അവരുടെ സംയോജനം കാരണം രണ്ട് മേഘങ്ങൾക്കിടയിലൂടെ, അല്ലെങ്കിൽ മേഘവും ഭൂമിയും ഇതിന്റെ ഇടയിലൂടെ ശക്തമായ വൈദ്യുത ചാർജ് കടന്നു പോകുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്നാണ് നമ്മളൊക്കെ പഠിച്ചു പോകുന്നത്. ഓർമ്മ എന്നറിയില്ല, നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചത്. പക്ഷേ ഇന്നത് തിരുത്തിയത് എപ്പോഴാ? 1980 ശേഷം, 20-ാം നൂറ്റാണ്ടിന്റെ ആ 80 വർഷങ്ങൾക്ക് ശേഷമാണ് സുബ്ഹാനല്ലാഹ് ഇടി ഉണ്ടാവാനുള്ള കാരണം ഐസ് കട്ടകളുടെ ചാർജുകളാണ് ഇതിന്റെ കാരണം. അല്ലാഹു തആല
യകാദു സനാ ബർഖിഹി, ഹി എന്ന് പറഞ്ഞ ആ ബർഖ്, സന എന്ന് പറഞ്ഞ പ്രകാശം, കത്തിജ്വലിക്കുന്ന പ്രകാശത്തിനാണ് സന എന്ന് പറയാ. ബർഖ് എന്ന് പറഞ്ഞാൽ തന്നെ ഇടിമിന്നൽ, ഇടിമിന്നലിന്റെ ആ വലിയ പ്രഭ. ബർഖിഹി, അതിന്റെ ഇടിമിന്നൽ. ഏതിന്റെ? അഹി എന്നത് മിൻ ബറദിൻ, ഐസ് എന്ന് പറഞ്ഞ വാക്കിലേക്കാണ് മടങ്ങുന്നത്. ആ ദമീറിന്റെ മർജിഅ ഇലൈഹി ബറദ്. അപ്പൊ ഐസിനാൽ ഉണ്ടാകുന്ന ഇടിമിന്നൽ, ആകാശലോകത്തെ മേഘത്തിന്റെ ഉള്ളിൽ അതിസാന്ദ്രം -डिग्री, -40നും 60നും 60ഓളം -60ഓളം വരുന്ന ഡിഗ്രിയിൽ അതിസൂക്ഷ്മമായ ഐസ് കണങ്ങളായിട്ടാണ് അല്ലാഹു തആല ഈ മേഘങ്ങളെ ആകാശലോകത്ത് നിർത്തുന്നത് എന്ന് ഇന്ന് നമുക്കൊക്കെ വ്യക്തമായി അറിയുന്ന വളരെ പഠനങ്ങൾ നടന്ന വിഷയമാണ്. ആ ഐസിലൂടെയാണ്, അതിന്റെ ചാർജുകളിന്റെ വ്യത്യാസങ്ങളിലൂടെയാണ് സത്യത്തിൽ വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാക്കുന്ന ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ മഹാനായ ശൈഖ് സഗലൂൽ അൻ-നജ്ജാർ അമദ്ദല്ലാഹു ഫീ ദില്ലിഹി, അവരെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശുദ്ധ ഖുർആനിന്റെ വലിയൊരു അത്ഭുതങ്ങളിൽ അത്ഭുതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഐസിന്റെ ചാർജുകളാണ്, ഐസ് ഏറ്റവും മുകളിലേക്ക് പോയി മേഘത്തിന്റെ മധ്യഭാഗത്ത് വന്ന് പതിക്കുന്ന പതനങ്ങളിലൂടെയാണ് ഈ ചാർജ് രൂപപ്പെടുന്നതെന്നും അതിലൂടെയാണ് സത്യത്തിൽ ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്നും കണ്ടെത്തപ്പെട്ടത് ഈ അടുത്ത സമയത്താണ്. സുബ്ഹാനല്ലാഹ്, അത്രയും അത്ഭുതകരമായ വിവരങ്ങൾ, അതിസൂക്ഷ്മമായ വിവരം 21ാം നൂറ്റാണ്ടുകാർക്ക്, 20ാം നൂറ്റാണ്ടിന്റെ അവസാനക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ വചനം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ അത്ഭുതമാണ്. ആ വലിയൊരു നിഅമത്തിനെ സംബന്ധിച്ചാണ് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. നോക്കണം, മഴയെക്കുറിച്ചുള്ള ചർച്ച, വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ച വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാണാൻ കഴിയും. മക്കയാണെങ്കിലോ മദീനയാണെങ്കിലോ അറേബ്യയാണെങ്കിലോ വെള്ളമില്ലാത്ത നാടാണ്. വല്ലപ്പോഴും പെയ്യുന്ന മഴ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഖുർആൻ എടുത്തു നോക്കിയാൽ മഴയെപ്പറ്റി എത്രയാണ്, മഴയുടെ ഗുണങ്ങളെപ്പറ്റി എത്രയാണ്. മേഘങ്ങളെ സംബന്ധിച്ച് മേഘപടലങ്ങൾ ഒന്നുമേ, മേഘപ്പാളി പോലും കാണപ്പെടാത്ത നിരന്തരമായ മാസങ്ങൾ കഴിഞ്ഞു പോകുന്ന പ്രദേശങ്ങളാണ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സൗദി അറേബ്യ പോലെയുള്ള പ്രദേശങ്ങൾ. മഴ പോയിട്ട് മഴക്കാറ് പോലും കാണാനില്ല. പക്ഷേ അവിടെ നിന്നാണ് വിശുദ്ധ ഖുർആൻ മഴയെ സംബന്ധിച്ച് പറയുന്നത്. മഴയുടെ അത്ഭുതങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. അത് വിശുദ്ധ ഖുർആൻ ഒരു പ്രദേശത്തേക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്ന ചില സൂചനകളാണത്. ഖുർആൻ എല്ലാ എല്ലാ മനുഷ്യർക്കുള്ളതാണ്, എല്ലാ ജിന്നുകൾക്കും എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കളെയും വെള്ളത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഇന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്, ഏതൊരു ജീവനുള്ള വസ്തുവിന്റെയും ശരീരത്തിലെ 70 മുതൽ 90% വരെ ശരീരഭാഗം വെള്ളമാണ്. വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ, വെള്ളമാണ് ഏറ്റവും. അത് ബ്ലഡിന്റെ രൂപത്തിലാകാം, മറ്റു ലായനികളുടെ രൂപത്തിലാകാം, പക്ഷെ വെള്ളമാണ്, ജലാംശമാണ്. എല്ലാ ജീവജാലങ്ങളിലും ബഹുഭൂരിപക്ഷം 90% കാണുന്നത് ജലാംശങ്ങളാണ്. ജീവജാലങ്ങൾ ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണ് എന്ന് പറയുന്നത് ഒരിറ്റു വെള്ളം പോലും കിട്ടാനില്ലാത്ത നാട്ടിൽ വെച്ചാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണെന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു പറയുന്നത്. മനുഷ്യനുണ്ടായത്, ജീവജാലങ്ങൾ ഉണ്ടായത് മറ്റെന്തുകൊണ്ടുമാകാം. പക്ഷേ അറേബ്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ നിന്നാണെന്ന് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അതവർക്ക് ലഭ്യമല്ല.